ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോടുകുളഞ്ഞി എന്ന സ്ഥലത്തെപ്പറ്റി? ഈ കോടുകുളഞ്ഞി ചെങ്ങന്നൂരിൽ നിന്നും 7 കിലോമീറ്റർ അകലിലുള്ള ശാന്തസുന്ദരമായ ഒരു പട്ടണമാണ്. അവിടെയാണ് ഇന്നലെ ഞങ്ങൾ 4 ഫ്രണ്ട്സും കൂടി മീറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ 4 ഫ്രണ്ട്സും കൂടി ഈ വർഷവും ഒത്തുചേർന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ കോട്ടയത്തൊന്ന് കൂടിയതാണ്. അപ്പോൾ ഈ വർഷം കോടുകുളഞ്ഞിയിലാണ്. എന്റെ പൊന്നെ, ഞങ്ങൾ 4 ഫ്രണ്ട്സും കൂടി വീണ്ടും ഒന്നിച്ചപ്പോഴത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. 42 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിൽ ഒന്നിച്ച് ജോലി ചെയ്തപ്പോൾ തുടങ്ങിയതാണ് ഈ ഫ്രണ്ട്ഷിപ്പ്. ഞാനും മോളിയും മേരിയും പിന്നെ എന്റെ ഹസ്ബൻഡും കൂടി കോടുകുളഞ്ഞിയിൽ സാറാമ്മയുടെയും റെജിയുടെയും വീട്ടിലാണ് മീറ്റ് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീടിന്റെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്നോ. തൊട്ടടുത്തുള്ള വയലിൽ നിന്നും അടിക്കുന്ന കാറ്റിന് എന്തോ ഒരു കുളിർമയായിരുന്നെന്നോ. ആ നാച്ചുറൽ AC-യിൽ ഞങ്ങൾ കുറെ നേരം ഇരുന്ന് വാചകം അടിച്ചു. ഞാനും മോളിയും അമേരിക്കയ്ക്ക് പോയപ്പോൾ സാറാമ്മ UK-ക്ക് പോയി. മേരി ആണെങ്കിൽ സൗദിയിൽ നിന്ന് റിട്ടയർ ചെയ്തു വരികയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ സാറാമ്മയുടെ വീട്ടിൽ മീറ്റ് ചെയ്തപ്പോൾ സൗദി റിട്ടേൺ ആയ ജോണിയും സാമും അവരുടെ ഫാമിലിയും വന്നിരുന്നു. എൻ്റെ പൊന്നെ, ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ ഒരിടവും എത്തിയെന്നില്ലെന്നുള്ളതാണ് വാസ്തവം. അത്രയ്ക്കും സ്വീറ്റ് മെമ്മറീസ് ആയിരുന്നു ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. 27 മലയാളി ന്യൂ നേഴ്സസ് ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് സൗദിയിൽ ഒന്നിച്ചങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ അറിയാവുന്നവരുടെ എല്ലാവരുടെയും പേരൊക്കെ റീകളക്ട് ചെയ്ത് അവരുടെയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപാട് സംസാരിച്ചു. 42 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയെ വിട്ടിട്ട് സൗദി അറേബ്യയുടെ മണലാരണ്യത്തിൽ അബായയും ബുർക്കയും ഒക്കെ ഇട്ട് ഷോപ്പിങ്ങിന് പോയ കാര്യവും ഭർത്താവിന് ദിവസവും കത്തെഴുതി മറുപടിക്കായി കാത്തിരുന്നതും മറ്റും പറഞ്ഞാലും തീരത്തില്ല. അതൊക്കെ ഒരു ജീവിതമായിരുന്നു. അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫാമിലി പോലെയാണ് ജീവിച്ചിരുന്നത്. കാരണം വേറെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കാലം കഴിച്ചു. 10.5 മാസം വേണം ലീവ് കിട്ടാനായിട്ട്. അതും നോക്കി എണ്ണി ഇരുന്ന ദിവസങ്ങളൊക്കെ ആയിരുന്നു അന്ന് സൗദിയിലേത്. ആ സമയങ്ങളെല്ലാം കഴിച്ചു കൂട്ടിയത് ഓർത്താൽ എങ്ങനെയത് കടന്നു പോയെന്ന് ഊഹിക്കാനേ വയ്യ കേട്ടോ. എനിവേ, ഞങ്ങൾ സാറാമ്മയുടെ റെജിയുടെ അടുത്ത് വന്നിട്ട് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇങ്ങനെ വെക്കേഷനും ഫ്രണ്ട്സും ഒക്കെ കൂടുമ്പോൾ ഭക്ഷണത്തിനൊന്നും ഒരു കണക്കും ഇല്ല കേട്ടോ. ആരും കാലറീസ് ഒന്നും നോക്കാറേ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ 5 മണിക്കൂർ നേരം ചെലവഴിച്ചിട്ട് എന്തോ ഒരു സന്തോഷമായെന്നൊന്നും പറയാനില്ല. കാരണം വാർദ്ധക്യത്തിൽ നമ്മുടെ പഴയ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ഓർത്ത് ആ മെമ്മറി എല്ലാം ഒന്ന് അയവിറക്കി ഒരാളുമായിട്ട് അതോ പഴയ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമ്പോഴത്തെ സന്തോഷം ശരിക്കും പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല കേട്ടോ. അതൊക്കെ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. ഞങ്ങളുടെ മധുര സ്മരണകളെയെല്ലാം ഒരുമാതിരി പറഞ്ഞു വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ മടങ്ങിപ്പോന്നു.